അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് ഡാർവിനിസവും ലാമാർക്കിസവും ആണ്. അതിൽ മൂന്നാമത്തെ തിയറി ഏതാണ്? ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ മ്യൂട്ടേഷൻ തിയറി. ഒരു ചെറിയ തിയറിയാണ്, അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ആഡ് ചെയ്യുകയാണ്. ഹ്യൂഗോ ഡ്യൂറിസ് പ്രപ്പോസ്ഡ് മ്യൂട്ടേഷൻ തിയറി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് മ്യൂട്ടേഷൻ, ബോട്ടണിയിൽ പഠിക്കുന്നുണ്ട് മ്യൂട്ടേഷൻ, ബ്രീഡിംഗ് ഒക്കെ. സഡൻ ഇൻഹെറിറ്റബിൾ വേരിയേഷനാണ് മ്യൂട്ടേഷൻ. വാട്ട് ഈസ് മ്യൂട്ടേഷൻ? സഡൻ ഹെറിറ്റബിൾ വേരിയേഷൻ. He conducted some experiments on evening primrose or Inothera lamarckiana and believed that evolution takes place through mutation and not by minor variation. ഡാർവിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു? എവല്യൂഷൻ ടേക്സ് പ്ലേസ് ത്രൂ മൈനർ വേരിയേഷൻ. ഓക്കെ, മൈനർ വേരിയേഷൻ വഴി നടക്കുന്നതാണ് ആര് പറഞ്ഞത്? ഡാർവിൻ. ഡീവ്രീസ് പറഞ്ഞത് മൈനർ വേരിയേഷൻ വഴിയല്ല, മ്യൂട്ടേഷൻ വഴിയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നതാണ് പറഞ്ഞത്. അതിൻ്റെ കമ്പാരിസൺ വരുമ്പോൾ നോക്കാം. ഡാർവിനിയൻ വേരിയേഷൻ ഈസ് മൈനർ, സ്ലോ, ഡയറക്ഷണൽ. ഡാർവിൻ അങ്ങനെയാണ് പറഞ്ഞത്. മൈനർ വേരിയേഷൻ സ്ലോ വേരിയേഷനാണ്, ഡയറക്റ്റായിട്ട് അതിൻ്റെ ഇഫക്റ്റ് കിട്ടും, അങ്ങനെ എവല്യൂഷൻ നടക്കും. ബട്ട് നമ്മുടെ ഡീവ്രീസിൻ്റെതാണെങ്കിലോ സഡൻ, റാൻഡം ആൻഡ് ഡയറക്ഷൻലെസ്, പെട്ടെന്ന് നടക്കും. സെലക്റ്റീവ് അല്ല, റാൻഡം ആണ്, ആൻഡ് വിത്തൗട്ട് എനി ഡയറക്ഷൻ. ഹിയർ സ്പീസിയേഷൻ ഈസ് ബൈ സാൾട്ടേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് സ്പീസിയേഷൻ ബൈ സാൾട്ടേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കുക, വൺ വേർഡാണ്. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഈസ് കോൾഡ് ഡാഷ്, സാൾട്ടേഷൻ. ഓക്കെ, ഈ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു വൺ വേർഡാണ് വാട്ട് ഈസ് സാൾട്ടേഷൻ എന്നിങ്ങനെ പറയാൻ പറ്റും. സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ. മ്യൂട്ടേഷൻ ഈസ് ദ ഒറിജിൻ ഓഫ് വേരിയേഷൻ ഫോർ ഇവല്യൂഷൻ. അതായത് ഡാർവിൻ പറഞ്ഞത് മൈനർ വേരിയേഷൻ ലീഡ്സ് ടു നാച്ചുറൽ സെലക്ഷൻ ആൻഡ് ഇവല്യൂഷൻ. ഹ്യൂഗോ ഡ്യൂറിസ് പറഞ്ഞത് മ്യൂട്ടേഷൻ ലീഡ്സ് ടു വേരിയേഷൻ ആൻഡ് ഇവല്യൂഷൻ എന്നാണ് പറയുന്നത്. അത് വ്യത്യാസമേ ഉള്ളൂ. ഫസ്റ്റ് മ്യൂട്ടേഷൻ. വാട്ട് ഈസ് മ്യൂട്ടേഷൻ? സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്. ഇതാണ് ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത്, നമ്മുടെ മെക്കാനിസത്തിൻ്റെ കേസിൽ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ തിയറിയെ പറ്റി പറയുകയാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ഫീൽഡാണ്, ഒന്നുകൂടി നമ്മൾ റിവൈസ് ചെയ്യുന്നത്, ശ്രദ്ധിക്കുക. ബയോളജിക്കൽ എവല്യൂഷൻ തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ലാമാർക്കിൻ്റെ തിയറി, ലാമാർക്കിസം. തിയറിയുടെ പറയുകയാണെന്ന് പറയാം, ലാമാർക്കിൻ്റെ തിയറിയുടെ പേര് തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേഡിക് ക്യാരക്ടർ. ഡാർവിൻസ് തിയറി, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ദെൻ ഹ്യൂഗോ ഡ്യൂറിസിൻ്റെ തിയറി, മ്യൂട്ടേഷൻ തിയറി. ലാമാർക്കിൻ്റെ തിയറി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേഡിക് ക്യാരക്ടർ. അതിന് അദ്ദേഹം വെച്ച എക്സാമ്പിൾസ് ലോങ് നെക്ക് ഓഫ് ജിറാഫും ലോസ് ഓഫ് ലിംസ് ഇൻ സ്നേക്സും. അത് റിജക്റ്റ് ആയ തിയറിയാണ്. പിന്നീട് ഡാർവിൻ്റെ തിയറി, നാച്ചുറൽ സെലക്ഷൻ. ഇപ്പോൾ ഗാലപ്പഗോസ് ഐലൻഡ്, HMS ബീഗിൾ, നാച്ചുറൽ സെലക്ഷൻ തിയറി. അതേ സമയത്ത് തന്നെ ഗാലപ്പഗോസ് ഐലൻഡിൽ വർക്ക് ചെയ്ത ചാൾസ് ഡാർവിൻ മലൈ ആർക്കിപ്പെലാഗോയിൽ വർക്ക് ചെയ്ത ആൽഫ്രഡ് വാലസിൻ്റെയും ഓൾമോസ്റ്റ് സിമിലർ കൺക്ലൂഷനാണ് കിട്ടിയത്. ഓക്കെ, അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത്. പിന്നെ വർക്ക് ഓഫ് തോമസ് മാൽത്തൂസ് ഓൺ പോപ്പുലേഷൻ ഇൻഫ്ലുവൻസ് ഡാർവിൻ. തോമസ് മാൽത്തൂസ് ബയോളജിയുമായിട്ട് ബന്ധമൊന്നുമില്ല. ഹി വാസ് എൻ എക്കണോമിസ്റ്റ്, ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു. പക്ഷേ മാൽത്തൂസ് ഒരു കാര്യം പറഞ്ഞു. എന്താണ്? വാട്ട് ഈസ് ദ പ്രോബ്ലം ഫോർ സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്. അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയായിരുന്നു, റീപ്രൊഡക്ഷൻ കോസസ് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് ഓഫ്സ്പ്രിങ്സ്, പോപ്പുലേഷൻ ഇൻക്രീസ്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ പറഞ്ഞ പോലെ കണ്ടിന്യൂഡ് റീപ്രൊഡക്ഷൻ ഇൻക്രീസസ് പോപ്പുലേഷൻ സൈസ്. പോപ്പുലേഷൻ സൈസ് ഇൻക്രീസ് ലീഡ്സ് ടു സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ്. ഒരുപാട് പോപ്പുലേഷൻ കൂടുമ്പോൾ ഫുഡ് കൃത്യമായിട്ട് കിട്ടില്ല. ഓക്കെ, സോ ഫുഡ് കിട്ടാത്തവ അസുഖം ബാധിച്ചിട്ട് മരിക്കുകയോ മറ്റു കാരണം കൊണ്ട് മരിക്കുകയോ ചെയ്യുന്നു. ഏതിനാണോ ഫുഡ് കിട്ടുന്നത് അവ മാത്രം സർവൈവ് ചെയ്യുന്നു. അല്ലേ, ഇപ്പോൾ നമ്മളൊക്കെ ഭൂമിയിൽ കൃത്യമായിട്ട് 3 നേരം 4 നേരം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നവരാണ്. നമുക്ക് ഫുഡ് കിട്ടുന്നു, സർവൈവ് ചെയ്യുന്നു. ഒരുപാട് ആൾക്കാർക്ക് കൃത്യമായി ഫുഡ് കിട്ടുന്നില്ല, മരിക്കുന്നു. അതാണ് എക്കണോമിയുടെ കേസിൽ പറയുന്ന പോയിന്റ്. അത് ഡാർവിൻ ആക്സെപ്റ്റ് ചെയ്തു. കാരണം ഡാർവിൻ എന്താ പറഞ്ഞത്? അതാണ് നാച്ചുറൽ സെലക്ഷൻ.
നാച്ചുറൽ സെലക്ട് ചെയ്തു അല്ലെങ്കിൽ നാച്ചുറൽ റിജക്റ്റ് ചെയ്തു. ആ കൺസെപ്റ്റാണ് പറയുന്നത്. ബ്രാഞ്ചിങ് ഡെസെൻറ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ തിയറീസ് ഡാർവിൻ്റെത്. അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എന്താണ് ആ പോയിൻ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഹ്യൂഗോ ഡിവ്രീസിൻ്റെ മ്യൂട്ടേഷൻ തിയറി. ഓർത്ത് വെക്കേണ്ട 2 പോയിൻ്റ് ഇതിൽ. ഒന്ന് ഹ്യൂഗോ ഡിവ്രീസിൻ്റെ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം ഏതാണ് ഇനോത്തീറ ലാമാർക്കിയന അല്ലെങ്കിൽ ഇവനിങ് പ്രൈംറോസ് എന്ന് പറയുന്ന അത്. പിന്നെ അതിൻ്റെ മെക്കാനിസം പറയുമ്പോൾ സാൾട്ടേഷൻ, സിംഗിൾ സ്റ്റെപ്പ് ലാർജ് മ്യൂട്ടേഷൻ ഈസ് കോൾഡ് സാൾട്ടേഷൻ. ഇത്രയുമാണ് ആ ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഇതിന് മറ്റ് കാര്യങ്ങൾ, മെക്കാനിസവും മറ്റ് കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.